90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ഹത്രാസ് കൂട്ടബലാത്സംഗ കേസിൽ ഇടപെട്ട അലഹബാദ് ഹൈക്കോടതി. പോലീസ് നടപടികളിൽ കോടതിക്ക് അതൃപ്തി. UP സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞു. കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 2 മാറ്റി. പോലീസിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ ആഞ്ഞടിച്ച് പെൺകുട്ടിയുടെ കുടുംബം. അന്വേഷണത്തിന് പോലീസ് തയ്യാറായില്ല. മൃതദേഹം സംസ്കരിച്ചത് അനുമതിയില്ലാതെയെന്നും കുടുംബം കോടതിയിൽ. ലൈഫ് മിഷൻ ക്രമക്കേടിലെ CBI അന്വേഷണത്തിനെതിരായ ഹർജികളിൽ ഹൈക്കോടതി വിധി നാളെ. വിധി പറയുക സംസ്ഥാന സർക്കാരും സന്തോഷ് ഈപ്പനും നൽകിയ ഹർജികളിൽ. ലൈഫ് മിഷൻ തട്ടിപ്പ് അധോലോക ഇടപാടാണെന്നും UAE റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ ധാരണാപത്രം M ശിവശങ്കറും സ്വർണ്ണക്കടത്ത് പ്രതികളും ചേർന്ന് അട്ടിമറിച്ചുവെന്നും CBI. കേസിൽ FCRA ചട്ടലംഘനം നിലനിൽക്കുമെന്നും CBI വാദം. സ്വർണ്ണക്കടത്ത് കേസിൽ M ശിവശങ്കർ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. നാളെ ഹാജരാകേണ്ടെന്ന് കസ്റ്റംസിന്റെ നിർദ്ദേശം. ചോദ്യം ചെയ്യൽ നീട്ടിവെച്ചത് ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി. സന്ദീപിന്റെ രഹസ്യമൊഴി ഡിജിറ്റൽ തെളിവുകളെന്ന് പരിശോധിച്ച ശേഷം തുടർ നടപടി മതിയെന്ന് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ ഭാവിയിലും കള്ളക്കടത്തിന് പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്ന് NIA. ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്തെന്ന് അന്വേഷണ സംഘം. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് NIA കോടതി മാറ്റി. സ്വപ്നയ്ക്ക് അധികാര കേന്ദ്രങ്ങളിൽ വൻ സ്വാധീനമെന്ന് കസ്റ്റംസ്. രഹസ്യമൊഴിയുടെ പകർപ്പ് നൽകാനാകില്ലെന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം. സംസ്ഥാനത്ത് 5930 പേർക്ക് കോവിഡ്. പുതുതായി രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ കുറവ് വന്നത് സാമ്പിൾ പരിശോധന കുറഞ്ഞ സാഹചര്യത്തിൽ. 24 മണിക്കൂറിടെ പരിശോധിച്ചത് 38,259 സാമ്പിളുകൾ. 7336 പേർ കൂടി രോഗമുക്തി നേടി. 22 മരണം കൂടി ഇന്ന് സ്ഥിരീകരിച്ചു. കോൺഗ്രസ് ദേശീയ വക്താവ് ഖുശ്ബു BJPയിൽ. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. AICC വക്താവ് സ്ഥാനത്ത് നിന്ന് ഖുശ്ബുവിനെ നീക്കിയെന്ന് കോൺഗ്രസ്. പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനങ്ങളുമായി സോണിയാഗാന്ധിക്ക് ഖുശ്ബുവിന്റെ രാജിക്കത്ത്. ജനതാദൾ സെക്യുലറിന്റെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. CK നാണു അധ്യക്ഷനായ സംസ്ഥാന കമ്മിറ്റിയാണ് ദേശീയ നേതൃത്വം പിരിച്ചുവിട്ടത്. നടപടി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ CK നാണു ഒന്നും ചെയ്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി. മാത്യു T തോമസ് അധ്യക്ഷനായ ആഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല. ജോസ് തെറ്റയിലാണ് വൈസ് പ്രസിഡന്റ്. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടി പാർവതി തിരുവോത്ത് രാജിവെച്ചു. രാജി ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ചു. ഇടവേള ബാബു അമ്മയിൽ നിന്ന് രാജിവെക്കണമെന്നും മനസാക്ഷിയുള്ള അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരണമെന്നും പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അമ്മ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലെ കാസ്റ്റിംഗിനെ കുറിച്ചുണ്ടായ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്ന വിശദീകരണവുമായി ഇടവേള ബാബു. തൃശൂർ അന്തിക്കാട് നിതിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന ശ്രീരാഗാണ് പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന 2 പേരെയും പിടികൂടി. തൃശൂർ തിരുവിൽവാമലയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. പാലക്കാട് സ്വദേശി സഫീർ അലിയാണ് പിടിയിലായത്. കൊല്ലപ്പെട്ടത് പാലക്കാട് ചുനങ്ങാട് സ്വദേശി റഫീഖ്. നിരവധി കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട റഫീഖ്. തൃശൂരിൽ തുടർച്ചയായി ഉണ്ടായ കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് തൃശൂർ റേഞ്ച് DIG S സുരേന്ദ്രൻ. എല്ലാ കൊലപാതകങ്ങളിലും മണിക്കൂറുകൾക്കകം പ്രതികൾ പിടിയിലായി. തിരുവിൽവാമലയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചു. ചിറ്റിലങ്ങാട് അന്തിക്കാട് കൊലപാതകങ്ങളിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും DIG. തൃശൂരിലെ കോവിഡ് സെന്ററിൽ റിമാൻഡ് പ്രതി മർദ്ദനമേറ്റ് മരിച്ച കേസിൽ ജയിൽ DGP നേരിട്ട് അന്വേഷണം നടത്തും. മരിച്ച ഷമീറിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തി. മരണകാരണമാകുന്ന തരത്തിൽ മർദ്ദനം ഏറ്റിട്ടില്ലെന്ന് ഉത്തരമേഖല ജയിൽ DIGയുടെ പ്രാഥമിക റിപ്പോർട്ട്. മോശമായി പെരുമാറിയ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. അശ്ലീല യൂട്യൂബറെ മർദ്ദിച്ച സംഭവത്തിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹർജി ഫയൽ ചെയ്തത് ഹൈക്കോടതിയിൽ. കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് കോവിഡ്. MPയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. MPയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും യെല്ലോ അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ചെമ്മണാമ്പതി പറമ്പിക്കുളം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കളക്ടർ വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. 2 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം തുടങ്ങുമെന്ന് ഉറപ്പ് നൽകി ജില്ലാ കളക്ടർ. റോഡ് വെട്ടുന്നത് അവസാനിപ്പിക്കുന്നതിൽ ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെന്ന് സമരക്കാർ.
ആശുപത്രിയിൽ കോവിഡ് ബാധിതർക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിച്ച് ആരോഗ്യവകുപ്പ്. കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുള്ള പരിചരണം ആവശ്യമുള്ളവർക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി. കൂട്ടിരിക്കുന്ന ആളിന് PPE കിറ്റ് അനുവദിക്കും. സംസ്ഥാനത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. ബീച്ചുകളിൽ വിലക്ക് തുടരും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കില്ല. നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കായി മറ്റന്നാൾ പരീക്ഷ നടത്തണമെന്ന് സുപ്രീംകോടതി. അവസരം ലഭിക്കുന്നത് കോവിഡ് ബാധിച്ചവർക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് പരീക്ഷയ്ക്കെത്താൻ കഴിയാത്തവർക്കും. ഫലപ്രഖ്യാപനം ഈ മാസം 16-ന്. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മുൻ മാനേജർ ദിശ സാലിയന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. സുപ്രീംകോടതിയുടെ നടപടി ഹർജിക്കാരി പുനീത് കൗർ ധാൻഡയുടെ അഭിഭാഷകൻ ഹാജരാകാത്തതിനെ തുടർന്ന്. സംഭവത്തിൽ ബോംബെ ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടതെന്ന് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാൻ പദ്ധതികളുമായി ധനമന്ത്രാലയം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക ഫെസ്റ്റിവൽ അലവൻസായി 10,000 രൂപ നൽകും. തിരിച്ചടവ് 10 തവണയായി. സംസ്ഥാനങ്ങൾക്ക് 12,000 കോടി രൂപയുടെ പലിശരഹിത വായ്പ. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം താക്കൂറിന് കോവിഡ് ബാധിതരുമായി സമ്പർക്കത്തിൽ വന്നതിനെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു. മുഖ്യമന്ത്രി ട്വിറ്ററിലൂടെയാണ് കാര്യം അറിയിച്ചത്. ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. ലഷ്കർ-ഇ തായിബയുമായി ബന്ധമുള്ള പാക് ഭീകരൻ സെയ്ഫുള്ളയാണ് കൊല്ലപ്പെട്ട ഒരു ഭീകരനെന്ന് അധികൃതർ. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറുടെ 97 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ്. പോലീസ് സേനയിൽ ആകെ രോഗം സ്ഥിരീകരിച്ചത് 25,079 പേർക്ക്. 260 പോലീസ് ഉദ്യോഗസ്ഥർ കോവിഡ് ബാധിച്ച് മരിച്ചു. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. പുതുതായി 7,089 പേർക്ക് കോവിഡ്. 165 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 40,514 സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതർ 15,35,000 കടന്നു. തമിഴ്നാട്ടിൽ പുതുതായി 4,879 പേർക്ക് കൂടി കോവിഡ്. 62 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 10,314 സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിത 6,61,000 കടന്നു. കോവിഡ് കേസുകൾ ഉയരുന്നതിനിടെ B. ശ്രീരാമലുവിനെ കർണാടക ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി. മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ K. സുധാകരന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ചുമതല നൽകി. ശ്രീരാമലുവിന് സാമൂഹ്യക്ഷേമ വകുപ്പ് നൽകി. മുംബൈയിൽ തടസ്സപ്പെട്ട വൈദ്യുതി വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. വൈദ്യുതി തടസ്സപ്പെട്ടത് പവർ ഗ്രിഡിലെ തകരാർ മൂലമെന്ന് മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ ട്വീറ്റ്. വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് രാവിലെ 10 മണി മുതൽ നഗരത്തിൽ ടെലികോം, റെയിൽ മേഖലകൾ സ്തംഭിച്ചിരുന്നു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കോവിഡ് നെഗറ്റീവായി. കഴിഞ്ഞ മാസം 29-നായിരുന്നു രോഗബാധ സ്ഥിരീകരിച്ചത്. വെങ്കയ്യ നായിഡുവിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക റെയ്ഡ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഭീകരവിരുദ്ധ സേനയുടെയും ലോക്കൽ പോലീസിന്റെയും നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ 100-ലധികം പേർ പിടിയിൽ. ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലക്ഷക്കണക്കിന് രൂപയും പിടിച്ചെടുത്തു. നാഗാലാൻഡിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി CM ചാങ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. അന്ത്യം കൊഹിമയിലെ നാഗ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ശ്രീനഗറിലെ ദാൽ തടാകത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണം ശൈത്യകാല വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി 100-ലധികം തൊഴിലാളികൾ. ഉത്തർപ്രദേശ് സിവിൽ സർവീസ് പരീക്ഷാ കേന്ദ്രത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച 2 പേർ അറസ്റ്റിലായത് ഉത്തർപ്രദേശ് പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ. പീഡനശേഷം വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നും പെൺകുട്ടിയുടെ പണം കൊള്ളയടിച്ചെന്നും പരാതി. ദുർഗാപൂജയ്ക്ക് മാസ്ക് ഇല്ലാത്തവരെ പന്തലിൽ പ്രവേശിപ്പിക്കരുതെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പൂജാ കമ്മിറ്റികൾ തന്നെ ഭക്തർക്ക് മാസ്ക് നൽകുന്നത് ഉചിതമായിരിക്കുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം. AIADMK വക്താവ് ഗോകുല ഇന്ദിരയ്ക്ക് കോവിഡ്. രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. CAA പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധം. കേസെടുത്തത് 14 വിദ്യാർത്ഥികൾക്കെതിരെ. മഹാരാഷ്ട്രയിൽ ഇരട്ടത്തലയുള്ള സ്രാവിനെ പിടികൂടി. പാൽഘറിൽ മത്സ്യബന്ധനത്തിനിടെ വലയിൽ കുടുങ്ങിയത് 6 ഇഞ്ച് നീളമുള്ള സ്രാവ്. അപൂർവ ഇനം മത്സ്യത്തെ കടലിലേക്ക് തന്നെ തിരികെ വിട്ടു. ഉത്തരാഖണ്ഡ് ഹരിദ്വാറിലെ അപ്പർ ഗംഗ കനാൽ ഒക്ടോബർ 15 മുതൽ നവംബർ 16 വരെ അടയ്ക്കും. തീരുമാനം 2021-ലെ മഹാകുംഭമേള ഒരുക്കത്തോടനുബന്ധിച്ച്.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,77,27,696. 24 മണിക്കൂറിടെ 3,730 മരണം. പുതുതായി 2,70,689 പേർക്ക് രോഗബാധ. അമേരിക്കയിൽ 79 ലക്ഷത്തിലധികം കോവിഡ് ബാധിതർ. റഷ്യയിൽ 24 മണിക്കൂറിൽ 13,592 പേർക്ക് കോവിഡ്. രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 13,12,310. മരണസംഖ്യ 22,700-ലധികമായി. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയെ യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച് ജർമ്മനി. ലുക്കാഷെങ്കോ ഭരണകൂടം അക്രമം തുടരുകയാണെന്നും ചർച്ചകളിൽ പരിഹാരമായില്ലെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി ഹെയ്കോ മാസ്. തുർക്കിയുടെ തീരപര്യവേഷണ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഗ്രീസ്. തുർക്കിയുടെ ഭൂകമ്പ സർവേ പ്രദേശത്തെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഗ്രീസ് വിദേശകാര്യ മന്ത്രാലയം. കാസ്റ്റലോറിസോ ദ്വീപിന്റെ തെക്ക് ഭാഗത്ത് കപ്പൽ ഉപയോഗിച്ചുള്ള സർവേ തുർക്കി ആരംഭിച്ചിരുന്നു. ശ്രീലങ്കൻ ജലവിതരണ മന്ത്രി വാസുദേവ നാനായക്കരയെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ഗോപാൽ ബാഗ്ലെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളുമായുള്ള ജലവിതരണ അടിസ്ഥാന സൗകര്യ വികസനമാണ് സന്ദർശന ലക്ഷ്യം. ബലാത്സംഗത്തിന് വധശിക്ഷ നൽകാൻ ഒരുങ്ങി ബംഗ്ലാദേശ്. നടപടി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം രാജ്യത്ത് വർദ്ധിച്ച സാഹചര്യത്തിൽ. രാജ്യത്ത് അക്രമങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. അമേരിക്കയിൽ ആഞ്ഞടിച്ച് ഡെൽറ്റ ചുഴലിക്കാറ്റ്. ലൂയിസിയാനയിൽ 2 മരണം. നിരവധി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ. വൈദ്യുതി ബന്ധം താറുമാറായി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഫ്രാൻസിൽ പൊതു ലോക്ഡൌൺ ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി ജോൺ കാസ്റ്റെക്സ്. മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ, കൂടിച്ചേരലുകൾ ഒഴിവാക്കൽ എന്നിവ വഴി രോഗവ്യാപനം തടയാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. ഇത്യോപ്യൻ ജൂതന്മാരെ രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ അംഗീകാരം നൽകി. 2000 പേരെയാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക. 8000-ഓളം പേരാണ് ഇത്യോപ്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് വരാൻ കാത്തിരിക്കുന്നത്. അന്റാർട്ടിക്കിന് മുകളിലുള്ള ഓസോൺ പാളിയുടെ ഭാഗത്ത് ദ്വാരം രൂപപ്പെട്ടതായി ഗവേഷകർ. പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ദ്വാരമാണ് ഓസോൺ പാളിയിൽ കണ്ടെത്തിയതെന്ന് ശാസ്ത്രജ്ഞർ. ലോക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ദ്വാരം സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. സ്പെയിനിലെ മാഡ്രിഡിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിഷേധം. വലതുപക്ഷ പാർട്ടിയായ വോക്സിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ലോക്ഡൌണിൽ ഇളവുകൾ അനുവദിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കിളിമഞ്ചാരോ പർവ്വതത്തിൽ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുവെന്ന് ടാൻസാനിയ നാഷണൽ പാർക്ക് അതോറിറ്റി. നൈജീരിയയിലെ വിവാദമായ ആന്റി റോബറി സ്ക്വാഡ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ച പോലീസ് മേധാവി. പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ തുടർച്ചയായി പ്രതിഷേധങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. ലൈംഗിക പീഡന കേസിൽ കുറ്റവിമുക്തനായ ഓസ്ട്രേലിയൻ കർദിനാൾ ജോർജ് പെല്ലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിച്ചു. ഓസ്ട്രേലിയൻ ഹൈക്കോടതിയാണ് കർദിനാളിനെ കുറ്റവിമുക്തനാക്കിയത്. ബ്രിട്ടീഷ് എയർവേസ് സിഇഒ സ്ഥാനം ഒഴിഞ്ഞ് അലക്സ് ക്രൂസ്. കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജിക്ക് കാരണമെന്ന് റിപ്പോർട്ട്. കോവിഡ് പ്രതിസന്ധി മൂലം കമ്പനി 10,000-കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടിരുന്നു. സൈനിക ദുരുപയോഗത്തിന് മ്യാൻമറിനെതിരെ നടപടിയെടുക്കണമെന്ന് യുഎന്നോട് ആംനസ്റ്റി ഇന്റർനാഷണൽ. വിമത വിഭാഗമായ അരക്കൻസുമായുള്ള ഏറ്റുമുട്ടലിനിടെ സൈന്യത്തിന്റെ വെടിയേറ്റ് സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ഫ്രാൻസിൽ പോലീസുകാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോലീസ് പ്രതിഷേധം. ഉദ്യോഗസ്ഥർ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടത്തി. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം ആളുകൾ മാരകായുധങ്ങളും പടക്കങ്ങളുമായി വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്താൻ ഒരുങ്ങി ഏഷ്യ പസഫിക് രാജ്യങ്ങൾ. യാത്രാ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ തീരുമാനം. നടപടി കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായതോടെ. ശ്രീലങ്കയ്ക്ക് ധനസഹായവുമായി ചൈന. വികസന പ്രവർത്തനങ്ങൾക്കായി ശ്രീലങ്കയ്ക്ക് 9 കോടി രൂപ കൈമാറും. ചൈനീസ് പ്രതിനിധി സംഘത്തോട് ശ്രീലങ്ക ധനസഹായം അഭ്യർത്ഥിച്ചിരുന്നു. താലിബാൻ ഭീകരർക്കെതിരെ വ്യോമാക്രമണം നടത്തിയതായി അഫ്ഗാൻ സേന. 20 ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആക്രമണമുണ്ടായത് ഹെൽമണ്ട് പ്രവിശ്യയിൽ. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൽ പരസ്പരം ആരോപണം തുടർന്ന് അസർബൈജാനും അർമീനിയയും. ജനവാസ മേഖലകളിൽ അർമീനിയ ഷെല്ലാക്രമണം നടത്തിയതായി അസർബൈജാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ശനിയാഴ്ച. ആഫ്രിക്കൻ തീരത്ത് കുടിയേറ്റക്കാരുടെ ബോട്ട് മുങ്ങി 12 മരണം. മരിച്ചവരിൽ 2 കുട്ടികളും. 11 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ബോട്ടിലുണ്ടായിരുന്നത് 30 പേർ. എൽ സാൽവദോർ തലസ്ഥാനമായ സാൻ സാൽവദോറിലെ ബാറിനുള്ളിൽ വെടിവയ്പ്. 6 പേർ കൊല്ലപ്പെട്ടു. അക്രമികൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ.
തന്റെ ജീവിതം പ്രമേയമാകുന്ന സിനിമയിൽ വിജയ് സേതുപതി 100% വ്യത്യസ്തത പുലർത്തുമെന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ. 800 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മുത്തയ്യ മുരളീധരന്റെ ജീവിതമാണ് ഇതിവൃത്തം. ചിത്രത്തിൽ നായകനായാണ് വിജയ് സേതുപതി എത്തുന്നത്. NBA കിരീടം ലോസ് ആഞ്ചലസ് ലേക്കേഴ്സിന്. മയാമി ഹിറ്റിനെ 2-4 മത്സരങ്ങൾക്ക് മറികടന്നാണ് ലേക്കേഴ്സ് കിരീടം ചൂടിയത്. ലേക്കേഴ്സ് NBA കിരീടം നേടുന്നത് 17ാം തവണ. സൂപ്പർതാരം ലെബ്രോൺ ജെയിംസ് ആണ് ഫൈനലിലെ താരം. നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യയ്ക്കും ഇംഗ്ലണ്ടിനും ജയം. ക്രൊയേഷ്യ സ്വീഡനെയും ഇംഗ്ലണ്ട് ബെൽജിയത്തെയും തോൽപ്പിച്ചു. ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞ് പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം. തിരുവനന്തപുരം ജില്ലയിൽ 629 പേർക്ക് കോവിഡ് ബാധിച്ചു. 415 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 76 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ്. 830 പേരാണ് ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടിയത്. നവരാത്രി ഘോഷയാത്ര കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആചാരലംഘനമില്ലാതെ നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഘോഷയാത്രയിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കും. വഴിയിലെ സ്വീകരണങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കും. തീരുമാനം കാൽനട ഘോഷയാത്ര ഒഴിവാക്കുന്നത് ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം രംഗത്ത് വന്നതിന് പിന്നാലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ RTO ഓഫീസ് താത്കാലികമായി അടച്ചു. നടപടി ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ഓഫീസ് പ്രവർത്തിക്കില്ല. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ വീടുകളിൽ നിരീക്ഷണത്തിൽ. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് അടച്ചു. കഴിഞ്ഞയാഴ്ചയാണ് കോൺസുലേറ്റ് അടച്ചത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് കോൺസുലേറ്റ് അടച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കൊല്ലം ജില്ലയിൽ ഇന്ന് 343 പേർക്ക് കോവിഡ് ബാധിച്ചു. 3 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 315 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 426 പേർ ഇന്ന് രോഗമുക്തി നേടി. കൊല്ലം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 83 ഹയർ സെക്കൻഡറി അധ്യാപകരെ സെക്ടർ ഓഫീസർമാരായി നിയമിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ 7 മുനിസിപ്പാലിറ്റികളിൽ 2 വീതം അധ്യാപകർക്കാണ് ചുമതല. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 618 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 465 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 594 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടി. കരുവാറ്റ സഹകരണ ബാങ്ക് മോഷണക്കേസിലെ പ്രതികൾ പിടിയിൽ. ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൈബു, ഷിബു എന്നിവരെ. പ്രതികൾ മോഷണം ആസൂത്രണം ചെയ്തത് ജയിലിൽ കഴിയവേ തിരുവനന്തപുരം സ്വദേശിയായി മുഖ്യപ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. പത്തനംതിട്ടയിൽ 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 186 പേർക്ക് കൂടി കോവിഡ്. 178 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 151 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടി. പത്തനംതിട്ട പൂവൻചിറയിൽ പുതുതായി ആരംഭിച്ച കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ റോസ്ലിൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. 47 ലക്ഷം രൂപ ചെലവിൽ 6 മാസം കൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. ഇടുക്കി ജില്ലയിൽ 94 പേർക്ക് കൂടി കോവിഡ്. 87 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 20 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം, കുടിയത്തൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പമ്പ് ഹൌസിലെ ട്രാൻസ്ഫോർമർ തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ. ഇടുക്കി രാജകുമാരിയിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞു. ആർക്കും പരുക്കില്ല. അപകടത്തിൽപ്പെട്ടത് ഏലക്ക കയറ്റിയ ലോറി. കോട്ടയം ജില്ലയിൽ 382 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 375 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 475 പേർക്ക് ജില്ലയിൽ ഇന്ന് രോഗം ഭേദമായി. എറണാകുളം ജില്ലയിൽ ഇന്ന് 480 പേർക്ക് കോവിഡ്. 23 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 378 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിൽ ഇന്ന് 1018 പേർ രോഗമുക്തി നേടി. കൊച്ചി നഗരസഭ MG റോഡിലെ 1.16 സെന്റ് പുറമ്പോക്ക് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രാഡ്കോ ധർണ നടത്തി. കൌൺസിലർ സുധാ ദിലീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ 697 പേർക്ക് കൂടി കോവിഡ്. 693 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 1090 പേർ രോഗമുക്തി നേടി. മുഖ്യമന്ത്രിക്ക് കള്ളക്കടത്തുകാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് KPCC വൈസ് പ്രസിഡന്റ് പത്മജ വേണുഗോപാൽ. തൃശൂരിൽ സ്പീക്കപ്പ് കേരള 4ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പത്മജ. പ്രതിഷേധ ധർണയിൽ UDF ജില്ലാ ചെയർമാൻ അനിൽ പൊറ്റേക്കാട് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്ന് 288 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 203 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധ. 444 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടി. ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിളയൂർ സബ് രജിസ്ട്രാർ ഓഫീസ് അടച്ചു. പ്രാഥമിക സമ്പർക്കത്തിലുള്ളവർ നിരീക്ഷണത്തിൽ പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫീസ് സന്ദർശനം നടത്തിയവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം.
മലപ്പുറം ജില്ലയിൽ ഇന്ന് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 740 പേർക്ക് ജില്ലയിൽ ഇന്ന് രോഗം ബാധിച്ചു. 584 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 915 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 869 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 806 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കൂടുതൽ രോഗബാധിതർ 1306 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടി. SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവ് സമാപിച്ചു. 14 ഡിവിഷനുകൾ പങ്കെടുത്ത പരിപാടിയിൽ കുന്നമംഗലം ഡിവിഷൻ ജേതാക്കളായി. പരിപാടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് UA ഖാദർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ കോവിഡ് ഡ്യൂട്ടി ചെയ്ത ജീവനക്കാർക്ക് 3 മാസമായി ശമ്പളം നൽകാത്ത സംഭവത്തിൽ നടപടി. 24 വാർത്തയെ തുടർന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകി. ഇന്ന് വൈകിട്ടോടെയാണ് ശമ്പളം വിതരണം ചെയ്തത്. കണ്ണൂർ ജില്ലയിൽ 274 പേർക്ക് കൂടി കോവിഡ്. 247 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 9 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് ബാധിച്ചു. 132 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ജില്ലാ കോടതിക്ക് 8 നില കെട്ടിട സമുച്ചയം ഒരുങ്ങുന്നു. ഈ മാസം 16 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. നിർമ്മാണം 52 കോടി രൂപ ചെലവിൽ. കാസർഗോഡ് ജില്ലയിൽ 295 പേർക്ക് കൂടി കോവിഡ്. 7 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 253 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 347 പേർ ജില്ലയിൽ രോഗമുക്തി നേടി. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി നൈജീരിയൻ സർക്കാർ സംഭാവന നൽകിയെന്ന് വ്യാജ പ്രചാരണം. $600 മില്യൺ നൽകിയെന്നാണ് വ്യാജ വാർത്ത. പ്രചാരണം തെറ്റെന്നും സംഭാവന നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും നൈജീരിയൻ സർക്കാർ. രാജസ്ഥാനിലെ സർക്കാർ ഓഫീസുകളിൽ ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രം നിർബന്ധമാക്കിയെന്ന് വ്യാജ പ്രചാരണം. 2 വർഷം മുൻപ് ഉത്തർപ്രദേശ് സർക്കാർ ഗവൺമെന്റ് ഓഫീസുകളിൽ ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രം പതിക്കുന്നത് നിർബന്ധമാക്കിയിരുന്നു. ഈ വാർത്തയാണ് രാജസ്ഥാൻ സർക്കാരിന്റെ പേരിൽ പ്രചരിക്കുന്നത്. കർഷക ബില്ലിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും അനുകൂലിച്ച് കർഷകർ വയലിൽ ഞാറ് നട്ടു എന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥയുമായി മെർലിൻ മത്തായി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടെ നിയമത്തെ കർഷകർ അനുകൂലിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ ചിലർ വ്യാജ പ്രചാരണവും നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു ചിത്രത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം. കാർഷിക നിയമങ്ങളെ അനുകൂലിക്കുന്ന കർഷകർ വയലിൽ BJP എന്നും മോദി എന്നും വായിക്കുന്ന രീതിയിൽ ഞാറു നട്ടിരിക്കുന്നുവെന്നാണ് അവകാശവാദം. പശ്ചിമബംഗാൾ BJP നേതാവ് ദിലീപ് ഘോഷാണ് ഈ പ്രചാരണത്തിന് തുടക്കമിട്ടത്. ബംഗാളിലെ ദിനജ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പകർത്തിയ ചിത്രമാണ് ഇതെന്നാണ് പോസ്റ്റിലുള്ളത്. BJP ബംഗാൾ ഘടകത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ഈ ചിത്രം റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. 24 ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ ബീഹാറിലെ കൈമൂർ ജില്ലയിൽ നിന്ന് ഈ വർഷം ജൂലൈ 12-ന് പകർത്തിയ ചിത്രമാണിതെന്ന് വ്യക്തമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിലെ ചില കർഷകർ മോദിക്ക് പിന്തുണയർപ്പിച്ചതിന്റെ ചിത്രമാണിത്. കർഷക ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് സെപ്റ്റംബർ 20-നാണ്. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ച് ഇത് നിയമമായത് സെപ്റ്റംബർ 27-നും. അതായത് പ്രചരിക്കുന്ന ചിത്രം പകർത്തിയത് കാർഷിക നിയമം പ്രാബല്യത്തിലാകുന്നതിന് 2 മാസം മുമ്പെന്ന് സാരം. വാളയാർ ഡാം നാളെ തുറക്കുമെന്ന് മുന്നറിയിപ്പ്. മഴ തുടർന്നാൽ നീരൊഴുക്ക് കൂടാനും ജലനിരപ്പ് ഉയരാനും സാധ്യത. ജലനിരപ്പ് ഉയർന്നാൽ നാളെ രാവിലെ 11-ന് ഷട്ടറുകൾ തുറക്കേണ്ടി വരുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലാണ് സംഭവം. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ ഇരുമ്പ് ഫാക്ടറിയിൽ തീപിടുത്തം. മുട്കയിലെ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. കർണാടകയിൽ 7606 പേർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്തെ ആകെ രോഗബാധിതർ 7,17,915 ഇന്ന് സ്ഥിരീകരിച്ചത് 70 മരണം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 7 താരങ്ങൾക്ക് കോവിഡ്. ഒരു സഹപരിശീലകനും കോവിഡ് ബാധ. കോവിഡ് സ്ഥിരീകരിച്ചത് ISL സീസണിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ.